ചില ഓപ്പറേഷൻ തൂഫാൻ എനിക്ക് തോന്നുന്നു കേരള ജനത മുഴുവൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. വലിയ സ്വീകരണമാണ് ഓപ്പറേഷൻ തൂഫാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ തന്നെ ഇതുമായി മുന്നിട്ട് ഇറങ്ങുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഈ രമേശ് ചെന്നിത്തല ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ കാണിക്കണം. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യോഗ്യത ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ യോഗ്യത തെളിയിക്കുകയാണോ? തീർച്ചയായിട്ടും. കാരണം ഈ മന്ത്രിസഭയിൽ ഏറ്റവും സീനിയറായ, കോൺഗ്രസിലെ ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളാണ്. മന്ത്രിസഭയിലും വളരെ സീനിയറായ ഒരു ആളാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ടായാൽ എന്ത് മാറ്റമുണ്ടാകും എന്നതിന്റെ പ്രകടമായ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. ഒരു വകുപ്പ്, പോലീസ് പോലെ ഒരു വകുപ്പിനെ ഭരിക്കുന്ന ഒരു മന്ത്രി, ജനങ്ങളുടെ ദൈനംദിന ജീവിതം, ക്രമസമാധാന പാലനം, അതുപോലെ തന്നെ സുരക്ഷിതത്വം ഒരുക്കൽ എന്നെല്ലാം പറയുന്ന പ്രാഥമികമായ കാര്യങ്ങൾ, അതാണ് ആ വകുപ്പിൽ രമേശ് ചെന്നിത്തല ഇരുന്നപ്പോൾ വളരെ പെട്ടെന്നാണ് മാറ്റം ഉണ്ടായത്. എത്ര പെട്ടെന്നാണ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വകുപ്പിനകത്ത് ഇടപെടുന്നു, പ്രയോറിറ്റീസ് നിശ്ചയിക്കുന്നു, അതുപോലെ തന്നെ വലിയ പരാതികളില്ലാതെ IPS ഓഫീസറുടെ പൊളിച്ചെഴുത്ത് നടത്തുന്നു. ഇതെല്ലാം വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. നമ്മൾ മറ്റു മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങളുണ്ട്, നേരത്തെ മന്ത്രിയായവരൊക്കെ ഉണ്ടാവും. പക്ഷെ മറ്റു വകുപ്പുകളിലൊന്നും ഉണ്ടാകാത്ത വേഗത്തിലാണ് ഇവിടെ ഇടപെടൽ സാധ്യമായത് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റി കൊണ്ട് എന്ത് ഗുണം ഈ VDS സർക്കാരിന് ഉണ്ടായി എന്നതിന്റെ തെളിവ്. ഈ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലേക്ക് രമേശ് ചെന്നിത്തല ഇരുന്ന ശേഷം ആദ്യമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം യോഗം വിളിച്ച് അതിൽ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ. കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയ വല്ലാത്ത രീതിയിൽ വളരുന്നു എന്നും മുൻ പ്രതിപക്ഷത്തിരുന്നപ്പോ എന്താണോ കോൺഗ്രസ് പറഞ്ഞിരുന്നത്, ഈ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ വളരുന്നു, സ്കൂൾ കുട്ടികളിലേക്ക് പോലും മയക്കുമരുന്ന് എത്തുന്ന അവസ്ഥയാണ്, ഇത് തടയാൻ സർക്കാർ പരാജയമാണെന്നെല്ലാം വിമർശിച്ചിരുന്ന പ്രതിപക്ഷം ഭരണപക്ഷത്ത് വന്നപ്പോൾ അവർ പറഞ്ഞതിനോട് നീതി കാണിക്കുന്നതാണ് ഈ ഓപ്പറേഷൻ തൂഫാനിൽ കണ്ടത്. നമ്മൾ ഓരോ ദിവസവും വ്യാപകമായ പരിശോധനകൾ, ഇതിന്റെ താഴെത്തട്ടിൽ ഉപയോഗിക്കുന്നവരെ മുഴുവൻ കണ്ടെത്താനുള്ള പരിശോധനകൾ പെരുമ്പാവൂരിൽ നമ്മൾ കണ്ടതാണ്. കാരണം ഒന്നിനെയും ഭയക്കാതെ അതിഥി തൊഴിലാളികളായി കേരളത്തിലെത്തിയവർ പരസ്യമായി നിന്ന് ലഹരി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെയെല്ലാം കൃത്യമായ പരിശോധനകൾ നടക്കുന്നു, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നു. അതിനൊപ്പം തന്നെ കുട്ടികളിലും സ്കൂൾ കുട്ടികളിലും മറ്റുള്ളവരിലേക്കുമുള്ള അവബോധം വളർത്താനുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നു. ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ഓരോ ദിവസവും എത്ര കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, എത്ര വലിയ അളവിലാണ് MDMA-യും ഹാഷിഷ് ഓയിലും അതും എല്ലാം പിടിച്ചെടുക്കുന്നതെന്നുണ്ട്. കാരണം ഇത് പിടിച്ചെടുക്കുമ്പോൾ തെളിയിക്കുന്നതല്ല. ഇതിനകത്ത് ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കൊക്കെ ഇന്ന് ഏത് കേസാണ് പിടിച്ചത്, ഇന്ന് പുതിയൊരു കേസ് പിടിക്കുന്ന ഒരു ലഹരിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ലഹരി സംഘങ്ങളെ പിടിക്കുന്ന ഒരു ലഹരിയായി ജനങ്ങൾ കാണുകയാണ്. അത് വലിയൊരു മാറ്റമല്ലേ? അത് തീർച്ചയായിട്ടും വലിയ മാറ്റമാണ്. കാരണം മുമ്പെന്ന് പറഞ്ഞ ഈ ലഹരി സംഘങ്ങളെ കുറിച്ച് പോലീസിന് വിവരം നൽകാൻ ജനങ്ങൾക്കൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം അവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമോ, അവർക്കെതിരെ പോലീസ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി വിവരങ്ങൾ, ഇന്ന വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ട് എന്നെല്ലാം വിവരം കൃത്യമായി ജനങ്ങൾ പോലീസിലേക്ക് അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് കാരണം പോലീസ് അത്ര ശക്തമായി ഇടപെട്ടത് കൊണ്ടാണ്. വളരെ കുറച്ച് ദിവസം കൊണ്ടല്ലേ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചിട്ട് ഈ നടപടിക്രമങ്ങളിലൂടെ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ മയക്കുമരുന്നുകൾ പിടിക്കുന്നത്. അപ്പൊ അതെന്താണ് തെളിയിക്കുന്നത്? എത്രത്തോളം ആഴത്തിലും വ്യാപ്തിയിലുമാണ് മയക്കുമരുന്ന് നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൽ പരന്നു നടന്നു എന്നുള്ളതാണ്. പിടിക്കുന്നതൊക്കെ ഇത്ര വലിയ വലിയ അളവുകളിൽ പിടിക്കുന്നു. അതുകൊണ്ട് അത് ഇപ്പം നിലവിൽ ചെറിയ ചെറിയ ആൾക്കാരെയാണ് പിടിക്കുന്നത്. കേസുകളുടെ എണ്ണം കൂടുമ്പോഴും വിതരണക്കാരും ഒക്കെയാണ്, ചെറിയ വിതരണക്കാരൊക്കെയാണ്. ഇതിന്റെ വലിയ ചെയിനിലേക്ക് ഈ അന്വേഷണം പോകണം. ഓപ്പറേഷൻ തൂഫാൻ ഘട്ടത്തിലേക്ക് എത്തണം. ഇതിനകത്ത് CPM അനുഭാവികൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെല്ലാം വന്ന് കളിയാക്കുന്നത്, നിങ്ങൾ ഈ ചെറിയ ചെറിയ പരൽമീനുകളെ പിടിച്ചുകൊണ്ടിരുന്നു, ഇവരല്ല വലിയ ആളുകളാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും ആദ്യമേ ചെറിയ വേരുകൾ അറുത്തെങ്കിൽ മാത്രമല്ല വലിയ വേരുകളിലേക്ക് എത്താൻ കഴിയും. ഇത് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ഇവരിൽ നിന്ന് ഇതിന്റെ വിതരണക്കാർ ആരൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ ചെറിയ അളവിലുള്ള MDMA ആയിരിക്കും പലരിൽ നിന്ന് പിടിക്കുന്നത്. ഇവർക്ക് ഇത് സപ്ലൈ ചെയ്യുന്നതിലേക്ക് എത്തുന്ന മുമ്പ് ഈ ചെയിൻ തകർക്കണമെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് തന്നെ പോകണം. അല്ലാതെ ഇതിന്റെ കേരളത്തിൽ മൊത്തം സപ്ലൈ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സിനിമയിലൊക്കെ കഥാപാത്രം, റോളക്സിനെ പോലെ ഒരു കഥാപാത്രം എവിടെ ഇരുന്ന് ഇത് ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെ കണ്ടെത്താനും പറ്റില്ല. അപ്പൊ അതിന് താഴെ ഉള്ള വേര് ഇറക്കണം.
ഇത് വാങ്ങി ഉപയോഗിക്കുന്നവൻ പോലീസ് പിടിക്കപ്പെടും എന്നൊരു ഭയം ഉണ്ടാവണം. ആ ഭയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര വ്യാപകമായ ഇതിന്റെ വിൽപ്പന നടക്കാതിരിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഓരോ ദിവസം പരിശോധന നടക്കുന്നത് കൊണ്ട് ഇത് വാങ്ങുന്നവർക്ക് ഒരു ഭയമുണ്ട്, വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഈ സാഹചര്യം ഉണ്ടാക്കുക, ഇതിൽ നിന്ന് പതിയെ ഓരോ വിതരണക്കാരിലേക്ക് എത്തുക. ഇതാരാണ് ഇത് കേരളത്തിൽ ഇത് എത്തിക്കുന്നത്, അന്യ സംസ്ഥാനത്ത് നിന്നാണോ എവിടെ നിന്നാണെന്നുള്ളതിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇത് വാങ്ങുന്നവരിൽ ഭയം ഉണ്ടായാൽ മാത്രമേ ഇതിന്റെ വേറിറക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെറിയ ചെറിയ പെട്ടിക്കടകളിൽ നിന്നാണ് ഹാഷിഷ് ഓയിലും അതേപോലെ തന്നെ വലിയ വലിയ ലഹരി സാധനങ്ങൾ പിടിച്ചെടുക്കുന്നത്. അത് പെട്ടിക്കടയിൽ നിന്ന്. അപ്പോൾ പെട്ടിക്കടയിൽ ഈ സാധനം ഉണ്ടെങ്കിൽ ഈ പെട്ടിക്കടയ്ക്ക് മുകളിലോട്ടുള്ള ഓരോ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. സ്കൂളിന്റെ പരിസരങ്ങളിൽ വിൽക്കുന്ന ഇത്തരത്തിലുള്ള കടകൾ ഇതെല്ലാം പൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയന്നു തുടങ്ങി. രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കാരവനിൽ കയറി ഞങ്ങൾ പിടിക്കും. ഇനി ഏത് പബ്ബിലാണെങ്കിലും ഇനി എത്ര വലിയ ആളുടെ ഓഫീസിലാണെങ്കിലും ഞങ്ങൾ കയറി പിടിക്കും, അതുകൊണ്ട് നിങ്ങൾ നിർത്തുക. രമേശ് ചെന്നിത്തല ആദ്യം തന്നെ വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അത് ആളുകൾ പറയും, അങ്ങനെ വാണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം സാധനം ഒളിപ്പിച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്. ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു വാണിംഗ് മാത്രമാണ്. ഇപ്പോ നമുക്ക് സാധാരണപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് എത്ര അവരെ കൊണ്ടിരുത്തി ഇനി എത്ര കൗൺസിലിംഗ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ആക്ഷൻ ഉണ്ടാകുമെന്ന് ഉയർന്ന തലത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപമാനിക്കും. അല്ല, ആ പറച്ചിലാണ്, ആ ആക്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് ജനങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ആ രീതിയിലാണ് പോലീസ് നടപടികൾ പുരോഗമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ ചെറിയ കടകളിൽ ഈ ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന് പോലീസിന് കൃത്യമായി വിവരം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ വിശ്വസിക്കുന്നു. ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ജനങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഭയപ്പെടാതെ കൃത്യമായി വിവരങ്ങൾ കൊടുക്കുന്നത്. ഇത് ഇപ്പോ വലിയ വലിയ ലഹരി മാത്രമല്ല, ചെറിയ ചെറിയ ലഹരികളുണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇപ്പോ ദിനം പ്രതി കാണുന്നതാണ് ഇപ്പോ കൂൾ ലിപ്പ് അല്ലെങ്കിൽ ഗണേഷ്, അത്തരത്തിലുള്ള സ്കൂൾ പരിസരത്ത് നിൽക്കുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇതെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ പരിസരത്ത് ഇത്രയും വർഷം ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേരള പോലീസിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോ നമ്മൾ ഇതെല്ലാം പറയും, കേരള പോലീസിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോ ഈ സോഴ്സ് കണ്ടെത്തി കൃത്യമായിട്ട് ഈ ചെറിയ ചെറിയ വേരുകൾ അറക്കുമ്പോൾ സ്കൂളുകൾ അത്രത്തോളം ഫ്രീ ആവുകയാണ്. സ്കൂൾ പരിസരത്ത് നിന്ന് ഇതെല്ലാം കെട്ടുകെട്ടിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇനി ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ ഈ 10 കൊല്ലക്കാലം ഈ സാധനം ഇവിടെ സുലഭമായി കെട്ടിക്കൊണ്ടിരുന്നതാണ്. പോലീസിന് എല്ലാ പോലീസുകാർക്കും അറിയാം ഇന്ന കടയിൽ ഇന്ന സാധനങ്ങളുണ്ട്. വല്ലപ്പോഴും ഒരു നേർച്ച പോലെ എവിടെയെങ്കിലും പോയി പിടിക്കുന്നതല്ലാതെ പോലീസുകാർ ഇതിന്റെ ശുഷ്കാന്തി കാണിച്ചിട്ടില്ല. ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ഒറ്റ വാക്കിന് പുറത്ത് കേരളത്തിലെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളും ഇറങ്ങി എല്ലാ സ്ഥലങ്ങളും പരിശോധിക്കുന്നു. ഇന്ന് തന്നെ കണ്ടൊരു വാർത്തയാണ്, 25 ചാക്കില് ഇത്തരത്തിൽ സ്കൂൾ പരിസരത്ത് വിൽക്കുന്ന 25 ചാക്കിൽ നിറച്ചു വെച്ചിരിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കോ, കേരളത്തിലെ ലഹരി സംഘങ്ങളുടെ ഒരു അവർ വാങ്ങിക്കുന്ന പണത്തിന്റെ ഒരു അളവ് നോക്കിയാൽ മതി, ബില്യൺ. അത്രത്തോളം ലഹരി ഇവിടെ കേരളത്തിൽ വിൽക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് ചെറിയ അളവ് മാത്രമാണ്. വലിയ വലിയ അളവുള്ള ആളുകൾ ഇപ്പൊ പെരുമ്പാവൂർ തന്നെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ്, വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലിലാണ് ഇന്ന് ഇത്തരക്കാര് റൂം എടുത്ത് താമസിച്ച് സാധനങ്ങൾ വെച്ചിട്ട് വിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കയറി പരിശോധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ വീടുകളിലേക്ക് കയറിയുള്ള പരിശോധന ഉണ്ടാവും. ജനങ്ങൾ സഹകരിച്ചേ മതിയാവും. കാരണം വലിയ തോതിലുള്ള ലഹരി വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനി വലിയ സംഘങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത് മൊത്തത്തിൽ തൂത്തെറിയപ്പെടില്ലേ? ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് പൂർണ്ണമായി തൂത്തെറിയുന്നതിലേക്കാണ് പോകുന്നത്. കാരണം പോലീസിന് ഒരു സ്വാധീനത്തിനും വഴങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് ജനങ്ങൾ ഈ പദ്ധതി ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഈ വിവരങ്ങൾ എത്തുന്നത്. ജനങ്ങൾ ഒരു പദ്ധതിയെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പോലീസിനും അതിൽ പിന്നോട്ട് പോകാൻ പറ്റില്ല. ആഭ്യന്തരമന്ത്രി പോലീസിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, പരിശോധിക്കാമെന്ന് പറയുന്നുണ്ട്. ഈ ലഹരി വേട്ട മാത്രമല്ല, ഗുണ്ടകൾക്കെതിരെയും നടപടി പറയുന്നത്. ഗുണ്ടകളോട് പറഞ്ഞാൽ പണി നിർത്തിക്കോ, ഞങ്ങളുടെ കാപ്പ ചുമത്തം കൃത്യമായ നടപടി എടുക്കുമെന്നാണ്. ഇവിടെ കാപ്പ ചുമത്തിയ BJP കൗൺസിലർ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്ത്, സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ അറസ്റ്റ് ചെയ്തപ്പോ SHO അവിടെ നിന്ന് ആകാശത്തേക്ക് വെടിവെച്ചതിനെ വരെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു അത് ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായിട്ടാണ്. അത്രയ്ക്ക് സ്വാതന്ത്ര്യവും വിശ്വാസവും പോലീസിന് കൊടുത്താണ് ഈ ആഭ്യന്തരമന്ത്രി പ്രവർത്തിക്കുന്നത്. അത് പോലീസുകാർ മനസ്സിലാക്കണം. ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്നുള്ള കാര്യം വെക്കണം. ഒരു സ്വാധീനത്തിന് അവർക്ക് ഇനി വഴങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ജനങ്ങൾ ആഭ്യന്തരമന്ത്രിയെ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കൃത്യമായ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഈ അറസ്റ്റുകളെല്ലാം നടക്കുന്നതും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ ആഭ്യന്തരമന്ത്രിയായി കേരളത്തിൽ ഇരുന്നാൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം കേരളത്തിൽ
ബ്ലേഡ് മാഫിയ, ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് വളർന്ന ബ്ലേഡ് മാഫിയയെ കേരളത്തിൽ ഒതുക്കിയത് ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു. ഓപ്പറേഷൻ കുബേര നടപ്പിലാക്കിയത് കൊണ്ടാണ് ബ്ലേഡ് മാഫിയകളെല്ലാം ഇപ്പൊ വീട്ടിനുള്ളിൽ വീടും പൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഓപ്പറേഷൻ തൂഫാനും ഗുണ്ടകൾക്കും ലഹരി മാഫിയക്കുള്ള മുന്നറിയിപ്പാണ്. ഇത് തുടർന്നു പോകും. ജനങ്ങൾ സഹകരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ലഭിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിലേക്ക് എത്തിക്കുക. നമുക്ക് ഈ ലഹരി മാഫിയയെ കേരളത്തിൽ നിന്ന് തൂത്തെറിയേണ്ടത് നമ്മുടെ വരും തലമുറയ്ക്ക് കൂടിയുള്ള ആവശ്യമാണ്.